ഇത് നമുക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകിൻ്റെ പൊടി വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി മുളകും മഞ്ഞളും മല്ലിയും പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതങ്ങനെ എടുക്കണേന് അങ്ങനെ കറക്റ്റായിട്ടൊരളവില്ല. അപ്പോൾ നമുക്ക് എന്തോരാണ് ഇതെല്ലാനും വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഈ ഉണക്കമുളക് ഒന്നല്ലെങ്കിൽ നിങ്ങൾ വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കുക. അപ്പോൾ വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിയുമ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത പോലെ ഇരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ അധികം വെയിലില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പാനിലിട്ടിട്ട് ഓയിലൊന്നും ഒഴിക്കാണ്ട് വെറുതെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് ഈ മുളക് പൊടിച്ചിട്ടെടുക്കുന്നത്. എന്നാൽ മാത്രമേ മുളക് നമുക്ക് നല്ല നൈസ് പൗഡറായിട്ട് പൊടിഞ്ഞ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ മുളക് ഇതേപോലെ നിങ്ങൾക്ക് ക്രഷായിട്ട് പൊടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ ഡയറക്റ്റായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ ഇതേപോലെ കിട്ടും. അപ്പോൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ പാനിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ വെയിലത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് അത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാമായിരിക്കും. നിങ്ങളിപ്പോൾ വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുളകൊന്നും കൂടി ഒന്ന് തണുത്ത് പോകും. ഇനി മഞ്ഞൾ പൊടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ മുഴുവനായിട്ടുള്ള ഉണങ്ങിയിട്ടുള്ള മഞ്ഞൾ എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ മുഴുവനായിട്ടുള്ള ഉണങ്ങിയിട്ടുള്ള മഞ്ഞൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇത് നമുക്ക് മില്ലിൽ കൊടുത്തൊക്കെ പൊടിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഉണങ്ങിയിട്ടുള്ള മഞ്ഞൾ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അത് മില്ലിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നല്ല നൈസായിട്ട് പൊടിച്ചിട്ട് തരും. അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് വീട്ടിലും പൊടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഉണങ്ങിയിട്ടുള്ള മഞ്ഞൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മഞ്ഞൾ ചൂടാക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് മിക്സിയിലേക്ക് ഇട്ടിട്ട് പൊടിച്ചിട്ടെടുക്കുക. പിന്നെ മല്ലി എടുത്തിട്ടുണ്ട്. ഇതേപോലെ മുഴുവനായിട്ടുള്ള മല്ലിയും നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഈ മല്ലി ഞാനിവിടെ പൊടിച്ചെടുക്കാൻ പോണതിന് മുമ്പ് ചൂടാക്കണില്ല. വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ചൂടാക്കുക. ഞാനിവിടെ പാനിൽ വെച്ചിട്ട് ചൂടാക്കണില്ല. ഞാൻ സാധാരണ ചൂടാക്കാറില്ല. കാരണം അങ്ങനെ പാനിലിട്ട് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ മല്ലിയുടെ സ്മെല്ല് അങ്ങോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ ഇതേപോലെ കടയിൽ നിന്ന് മല്ലി വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ടാണ് എടുക്കാറ്. നമ്മൾക്ക് അവിടെ നല്ല വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മല്ലി ആദ്യം ഒന്ന് കഴുകിയിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്താലും മതി. ഇവിടെ എന്തായിരുന്നാലും കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ വെയിലില്ലാത്തതുകൊണ്ട് ഉണങ്ങി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ അങ്ങനെ കഴുകാറില്ല. അപ്പോൾ അങ്ങനെ കഴുകണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴുകാത്രേ ഉള്ളൂ. അപ്പോൾ മല്ലി ചൂടാക്കേണ്ട ആവശ്യമില്ല, മഞ്ഞളും ചൂടാക്കേണ്ട ആവശ്യമില്ല. മുളക് മാത്രം ചൂടാക്കിയിട്ട് പൊടിച്ചിട്ടെടുക്കുക, അല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയിട്ടെടുക്കുക. അപ്പോൾ മുളക് ചൂടാക്കി എടുക്കാനുള്ള പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മുളക് ചേർക്കാം. ഈ മുളക് കരിഞ്ഞു പോകാണ്ട് നോക്കണം. മുളക് നന്നായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അത് ചൂടാക്കുന്നത് എന്തിനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്നാൽ മാത്രമേ അത് നല്ല നൈസ് പൊടി പോലെ നമുക്ക് പൊടിഞ്ഞു കിട്ടുള്ളൂ. ഇപ്പോൾ മുളക് പൊടിച്ചെടുത്തിട്ടുണ്ട്. മഞ്ഞൾ പൊടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മഞ്ഞളിടുക. ഈ മഞ്ഞൾ പൊടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് ആണെങ്കിൽ മാത്രമേ മഞ്ഞൾ നമുക്ക് ശരിക്കും പൊടിഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ മഞ്ഞളും പൊടിച്ചെടുത്തിട്ടുണ്ട്. ജാറിലേക്ക് മല്ലി ചേർക്കാം. അപ്പോൾ മല്ലിയും പൊടിച്ചെടുത്തിട്ടുണ്ട്. മല്ലി നമ്മൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നല്ല അങ്ങോട്ട് പൗഡർ പോലെ ചിലപ്പോൾ അങ്ങോട്ട് പൊടിഞ്ഞിട്ടില്ല. ചെറുതായിട്ട് വളരെ ചെറിയ ചെറിയ തരി പോലെ കാണും. പക്ഷേ അത് കുഴപ്പമില്ല. ഞാൻ സാധാരണ കറിയിലേക്ക് അങ്ങനെയാണ് ചേർക്കാറ്. കാരണം എൻ്റെ മിക്സിയിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. പക്ഷേ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒരു തരി തരി പോലെ കാണും. അത്രയ്ക്ക് അങ്ങോട്ട് ഫൈൻ പൗഡർ പോലെ കിട്ടില്ല. സ്റ്റീലിൻ്റെ ജാറ്, നല്ല ബ്ലേഡുള്ള ജാറുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾ നിങ്ങൾ വീട്ടിൽ പൊടിച്ചാൽ മതി. കാരണം ഇത് ഉണങ്ങിയിട്ടിരിക്കുന്ന മഞ്ഞളായതുകൊണ്ട് തന്നെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. പിന്നെ മിക്സിയിലിട്ടിട്ട് നിങ്ങൾ പൊടിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ കൂടെ വരുന്ന ഈ ഗ്ലാസിൻ്റെ ജാറുണ്ടല്ലോ, അങ്ങനത്തെ ജാറിലിട്ടിട്ട് ഒരു സമയത്തും പൊടിച്ചെടുക്കരുത്. കാരണം മിക്സിയുടെ ആ ഗ്ലാസിൻ്റെ ആ ജാറുമ്മേക്ക് നിറച്ചും വിള്ളൽ വീഴും. അപ്പോൾ സ്റ്റീലിൻ്റെ ജാറ്, നല്ല ബ്ലേഡുള്ള ജാറുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾ നിങ്ങൾ വീട്ടിൽ പൊടിച്ചാൽ മതി.
ഈ മുളകും മല്ലിയും നമുക്ക് വീട്ടിൽ നല്ല ഈസി ആയിട്ട് പൊടിച്ചിട്ടെടുക്കാം. പക്ഷേ മഞ്ഞൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്. ഈ പൊടികളൊക്കെ ആയിരുന്നാലും ഇപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടായിരുന്നാലും ഇപ്പോൾ ഓരോ മാസത്തേക്കുള്ളത് പൊടിച്ച് വെക്കുക, അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളത് പൊടിച്ച് വെക്കുക. ഇതേപോലെ തന്നെ കുറേശ്ശെ ഇങ്ങനെ പൊടിച്ചിട്ട് വെക്കുക. അപ്പോൾ കറിയിലേക്ക് ചേർക്കുമ്പോഴായിരുന്നാലും നമ്മൾ ഫ്രഷായിട്ട് ഇതേപോലെ പൊടിച്ചെടുത്തേക്കണം മല്ലിക്ക് നമുക്ക് ആ പൊടിച്ചെടുക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ഒരു മാസം വരെ ഈ സ്മെല്ല് പോവാണ്ടിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് അത്യാവശ്യത്തിന് മാത്രം കുറേശ്ശെ പൊടിച്ചിട്ട് വെക്കുക. അപ്പോൾ ഈ മഞ്ഞളുടെ കാര്യം നിങ്ങൾ മറക്കരുത്.